നമുക്ക് അല്പനേരം ക്ഷമയോടെ കാത്തിരിക്കാം. ക്രിസ്തീശു നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് വന്നൊരു വിമർശനം നമുക്ക് ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ഫോർ ബദൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് ആസ് ഫ്രീ ബിസി പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് നാമിനെ അടിമത്തിൽ കുടി പോരുത്. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് നാമിനെ അടിമത്തിൽ കുടി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കുടി പോരുത്. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തമയെ സ്വതന്ത്രമാക്കി അകലയിൽ ഉറച്ചപ്പിൻ നാമിനെ അടിമത്തിൽ കുടി പോരുത്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് entangled again the yoke of grace mercy and peace from God the Father and Jesus Christ for both you have counter liberty my peace I leave you to let not your heart be troubled and be afraid. Pulling down a stronghold, so God is not your confusion but a peace. Stand fast and liberty of the crisis ministry and be not entangled again for both you have counter liberty as free peace and be not entangled again the yoke of stand fast and liberty of the crisis ministry and be not entangled again the yoke of grace mercy and peace from God the Father ഭീരുത്വത്തിന് അപ്പനല്ല ശക്തിയുടെ സ്നേഹത്തിന് സുബോധത്തിന് മാത്രം കൂടി സേഫ് ജീവൻ നമുക്ക് നൽകി. നാം പിന്നെയും ഭയപ്പെടുന്നതിന് ബന്ധനത്തിന് അപ്പനുള്ള അപ്പുറം നൽകുന്ന സംശയത്തിന് അപ്പനത്തെ പ്രാപിച്ചത് അശ്രീ പീസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. നോ ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു, അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ പാദപീഠം, യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ ഫോർ ബദൻ യു ഹാവ് കാൾബട്ടി, യെരുശലേമിനെ കൊണ്ടരുത്, മഹാരാജാവിന്റെ നഗരം നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമം വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് നിനക്ക് കഴിയുകയില്ല. ഫോർ പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കൂടി വരുത്. ഡു നോട്ട് സിയറ്റ് ആൽ ഡു നോട്ട് ഫിയർ. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. നാമിനെ അടിമത്തിൽ കൂടി വരും. ഇന്ന് നമുക്കൊരു വിമർശന ചിന്തയിലേക്ക് കിടക്കാം. അതായത് ബജ്രംഗദൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഘടന വടക്കേ ഇന്ത്യയിലുള്ള ദേവദാസന്മാരെ അവരുടെ മതസ്വാതന്ത്ര്യത്തേക്ക് ചോദ്യം ചെയ്തുകൊണ്ട് ചർച്ചിൽ ആരാധിക്കുന്ന വിശ്വാസികളൊക്കെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരല്പം കോമൺ സെൻസിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് അത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതും ചിന്തിക്കാം. കുറച്ചും കൂടി ഒരു കോമൺ സെൻസോടുകൂടി മാധ്യമപ്രവർത്തകർ പറഞ്ഞെങ്കിൽ ഒരു ബയാസ് ഇല്ലാതെ, അതായത് ജിഹാദി ചായവില്ലാതെയോ അല്ലെങ്കിൽ തത്വമയി ന്യൂസിന്റെ ചായവില്ലാതെയോ അല്ലെങ്കിൽ സനാതന ധർമ്മങ്ങളുടെ ചായവില്ലാതെയോ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ ചായവില്ലാതെ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ അത് ജനങ്ങളിലേക്ക് ആ ഒരു ന്യൂട്രലായിട്ട് എത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ അത്തരം ഒരു വാർത്ത കേട്ടാൽ ഞാൻ ഒരു വിമർശന പഠനത്തിലേക്കൊന്ന് വിജയം ആക്കിയാലോ. ഫോർ ബദൻ യു ഹാവ് കാൾബട്ടി, നമുക്ക് ആ വാർത്ത കേൾക്കാം. ഫോർ ബദൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഫോർ ബദൻ യു ഹാവ് കാൾബട്ടി പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് ആസ് ഫ്രീ പീസ് യു. ഒരു AI എന്നോട് മലയാളത്തിൽ സംസാരിക്കും, എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സൂപ്പർനോവ AI എനിക്ക് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ വീണ്ടും ആക്രമണം. ദുർഗ് ജയിലിന് സമീപമുള്ള ആരാധനാലയത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ ആക്രമണം ഉണ്ടായത്. പാസ്റ്ററെ ഇരുമ്പ് ദണ്ടുകൊണ്ടാകും ഒന്ന് കേട്ടു നോക്കണം. അടിച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പാസ്റ്റർ ആരോപിച്ചു. ബൽറാം നിരങ്ങാടി ചേർത്തുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, 2 കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് പറയുന്നേ. കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനമല്ല, ഇന്ത്യയിൽ ഏത് മതത്തെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഫോഴ്സ്ഫുൾ അല്ലാത്ത രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ചോയ്സ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ചെയ്യാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ആ ആർട്ടിക്കിളൊക്കെ കിടന്ന് വായിച്ചു നോക്കണം. ആർട്ടിക്കിൾ 14 മുതൽ 19 വരെ 25ാമത്തെ ആർട്ടിക്കിളും ആർട്ടിക്കിൾ 3 ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണേ മാധ്യമപ്രവർത്തക. പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് വല്ലപ്പോഴും പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്. മാധ്യമപ്രവർത്തക നാമിനെ അടിമത്തിൽ കൂടി വരുത്. മാധ്യമപ്രവർത്തനോട് പറയാനുള്ള പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്. ഭീരുത്വത്തിന് അപ്പനുള്ള മാധ്യമപ്രവർത്തക വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം, ഇത്തിരി ഇന്ത്യൻ ഭരണഘടന എടുത്ത് വായിക്കണം. നീ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു തത്വമയി ന്യൂസിന്റെ ചായവിലോ അല്ലെങ്കിൽ ജിഹാദികളുടെ ചായവിലോ പറയാതെ വാർത്തകൾ നീ ന്യൂട്രലായിട്ട് നീ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുക. ഫോർ ബദൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി, ഇതാണ് അവിടെ സത്യസന്ധമായ മാധ്യമപ്രവർത്തനം. എടാ ഒരു ബയാസോട് കൂടിയാണ് പറയുന്നത്, നീ സത്യം പറഞ്ഞിട്ടാണ് പറയുന്നത്. എടാ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മതപരിവർത്തനമല്ലേ അത് ആവുന്നുള്ളൂ. ആ കന്യാസ്ത്രീകളുടെ കൂടെ അന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കന്യാസ്ത്രീകളുടെ കൂടെ അന്ന്
എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്നത് ആരാണ്? കന്യാസ്ത്രീകളുടെ കൂടെ വന്ന 2 പെൺകുട്ടികൾ. അവർ ആൾറെഡി ക്രിസ്ത്യൻസ് ആണ്. അവർ ഉപജീവനമായിട്ടുള്ള ബന്ധത്തിലാണ് കന്യാസ്ത്രീകളോട് എന്ത് ചെയ്തത്? ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കന്യാസ്ത്രീകളുടെ പോകുവാൻ ഇടയായി തരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് കൂടെയുള്ള ഒരു വ്യക്തിയെ പിടിച്ചപ്പോൾ റെയിൽവേ പോലീസ് പിടിച്ചു അവനെ വളച്ചൊടിച്ച് ഇങ്ങനെ വാർത്തയാക്കിയെന്നേ ഉള്ളൂ. എൻ്റെ പൊന്നുമോൻ ഇതുവരെ അത് പുള്ളിങ് ഡോൺ സ്റ്റോൾസ് ഫ്രീ ബീസ്റ്റ് അറിഞ്ഞില്ലേ മോനെ? എൻ്റെ പൊന്നു ഇതുവരെ അറിഞ്ഞില്ല. എൻ്റെ മോനെ എടാ വല്ലപ്പോഴൊക്കെ എടുത്ത് എന്തെങ്കിലും സത്യസന്ധമായ ഒരു വാർത്ത എടുത്ത് വായരടാ. എടാ വല്ലപ്പോഴും എടുത്ത് വെച്ച് സത്യസന്ധമായ ഒരു വാർത്ത വായര്. ഇല്ലെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് നീ വല്ല ടയർ പഞ്ചറൊട്ടിക്കാൻ പോടാ. അല്ലെങ്കിൽ തിരുമല AT കോളേജിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ട്യൂഷൻ സെൻ്റർ ഇട്ട് പിടിപ്പിരടാ. മാന്യമായ ജോലികൾ നീ ചെരുപ്പൂത്താൻ പോടാ. അതിനൊക്കെ മാന്യത ഉണ്ടടാ. എടാ പിണറായി വിജയന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്താലും കുറച്ചും കൂടെ ഇതുണ്ടടാ. പക്ഷെ അവന്റെ അടിമയാകരുതെന്നേ ഉള്ളൂ. നീ ഇങ്ങനെ എന്തിനടാ മാധ്യമപ്രവർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളച്ചടിച്ച വാർത്ത, മുതലാളി പറയുന്ന വാർത്ത എടാ വെള്ളം തൊടാതെ ഇങ്ങനെ വിഴുങ്ങാതടാ. പുള്ളിങ് ഡോണസ്മോ വെള്ളം തൊടാതെ ഇങ്ങനെ വിഴുങ്ങാതടാ. പുള്ളിങ് ഡോണസ്റ്റ് ഹോൾസ് നാമിനെ അടിമത്തിൽ കൂടി വരും. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി നാമിനെ അടിമത്തിൽ കൂടിയും വരുത്. ആശ്രീ ആൻബി നോട്ട് എന്നെങ്ങളുടെ ഡോക്യുമെന്റ് ആശ്രീ BC. എടാ ഇങ്ങനെ ആവശ്യമില്ലാതെ നീ അസത്യ വാർത്തകൾ ഇങ്ങനെ പറയാതെ. BJP നേതൃത്വം തന്നെ ഇടപെട്ട് ഒരു BJP എന്തോന്ന് JP-യുടെ എടാ മറ്റുള്ളവരുടെ മതസ്വാതന്ത്ര്യത്തെ കൈയടത്തുന്ന ഏത് ദള്ളി എന്തോന്ന് BJP എടാ കളഞ്ഞിട്ട് പോടാ. ആ താമര എടുത്ത് പെഴുതുകളടാ. പിന്നെ മോദി ചെയ്തൊരു ഉപകാരം ഈ കാശ്മീരിൽ ആയിട്ട് റിലേറ്റഡ് ആർട്ടിക്കിൾ 370 ക്യാൻസൽ ചെയ്തത് നല്ല കാര്യമാണ്. ജിഹാദികളെ അങ്ങനെ എതിർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുസ്ലിം ഫ്രീ അല്ലെങ്കിൽ കോൺഗ്രസ് ഫ്രീ ഭാരതം അങ്ങനെ കാഴ്ചവെക്കുന്നുണ്ട്. ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ BJP-യുടെ താമര വിളയിപ്പിക്കാൻ നിന്നോടെ നീ എന്ത് ചെയ്യണ്ട വിചാരിക്കേണ്ടടാ. പുള്ളിങ് ഡോൺ സ്റ്റോൾസ് ബൈബിൾ വായിക്കുന്നു ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി സേവ്ഡ്. മറ്റൊരുത്തലിനെ രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ ഹൗസ് സേവിക്കും. ഞാൻ തന്നെ വഴിയും സത്യം ജീവനൊന്നും ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഫാദറിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് ക്രൈസിസിലേക്ക് എൻ്റെ പൊന്നോൻ തിരിഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവൻ ലഭിക്കും. എറ്റേണൽ സാൽവേഷൻ ഫ്രീലി ലഭിക്കും. നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഫോർ ബുധനിങ് ഹോൺ കാൾബട്ടി. നീ മോദി പറയുന്നതും പിണറായി വിജയൻ പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പറയുന്നതും കോൺഗ്രസ്സുകാർ പറയുന്നതും ജിഹാദികൾ പറയുന്നതും പച്ചവെള്ളം തൊടാതെ നീ വിഴുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം അധോഗതിയോ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്ത്യൻസിന്റെ കൃപയിലേക്ക് വാ. പുള്ളിങ് ഡോൺ ഹോൾസ് നമുക്ക് തുടരാം. പുള്ളിങ് ഡോൺ മോചിപ്പിക്കുവാൻ ആ കേസ് റദ്ദാക്കാനൊക്കെ ഇടപെടൽ നടത്തുന്നു. പുരോഹിതരെ വൈദികരെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു പാസ്റ്ററെ. ഛത്തീസ്ഗഡിൽ ഈ വൈദികർക്കും ക്രൈസ്തവർക്കും നേരെയുള്ള അക്രമങ്ങൾ തുടർക്കഥയാവുന്നു. ഗോകുൽ, ഛത്തീസ്ഗഡിൽ തുടർച്ചയായി നിരവധി സംഭവങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് എന്ന സംഭവം ഉണ്ടായി. അതിന്റെ തുടർച്ചയായും നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഗോകുല് പറയും പോലെ ഒന്നുമല്ല അറസ്റ്റ് ചെയ്തത്. അതിന്റെ അകത്തൊക്കെ വേറെ കുറെ അജണ്ടകളുണ്ട്. ബജ്രംഗ ദളിന്റെ കുറെ അജണ്ടകളുണ്ട്. അതുകൊണ്ട് അത് ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഇവിടുത്തെ ആളുകൾ അരിയാഹാരം കഴിക്കുന്നവരാ. പണ്ടത്തെ പോലെ നിങ്ങൾ പറയുന്ന വെള്ളം കുടിക്കാതെ വിഴുങ്ങുന്ന ആളുകളല്ല. അത് മക്കൾ അപ്പുറത്തോട്ട് വാങ്ങി വെച്ച് കേട്ടോ. ഗോകുലും ഗീകുലും പറയും പോലെ അല്ല. ഇതിനകത്തൊക്കെ കുറെ സംഘപരിവാറിന്റെ കുറെ ഹിഡൻ അജണ്ടയുണ്ട്. പിന്നെ ജിഹാദികളുടെ അജണ്ട വേറെ ഉണ്ട്. അത് പിന്നെ ഒരു ദിവസം പറയും. ാണ് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിന് സമീപമുള്ള ആരാധനാലയത്തിൽ നടന്ന ആക്രമണം. ഈ ആരാധനാലയം എന്നുള്ളത് ഏതാണ്ട് 30 വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ആരാധനാലയമാണ്. ഇന്ന് രാവിലെ പതിവ് പോലെ ഞായറാഴ്ച ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ആരംഭിച്ച ഘട്ടത്തിലാണ് ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അക്രമികൾ സ്ഥലത്ത് എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. തുടർന്നാണ് പാസ്റ്റർ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. തുടർന്നാണ് പാസ്റ്റർ ഇവിടേക്ക് ഈ വിവരം അറിഞ്ഞ് എത്തുന്നത്. ഈ ഇത്തരത്തിൽ അക്രമികൾ എത്തിയ ഉടൻ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ പാസ്റ്റർ അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇരുമ്പ് ദണ്ടുകൊണ്ട് പാസ്റ്ററിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പാസ്റ്റർ ജോൺ ജോനാഥന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി ഇപ്പോൾ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ എന്നാൽ പോലീസ് ഇതുവരെ പരാതി ലഭിച്ചുവെങ്കിൽ പോലും ഇതുവരെയും കേസോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം പോലീസ് കളഞ്ഞിട്ട് പോടാ. നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും ഭാരപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും തന്നിട്ട് നല്ല പോലീസുകാരുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ.
മാർത്താണ്ഡ ഷാജൻ പറയും പോലെ മറ്റേ മൂവാറ്റുപുഴ MC റോഡൊക്കെ ഉദ്ഘാടനം ചെയ്തൊരു പോലീസുകാരെ പിരിച്ചുവിട്ടൊരു സംഭവമുണ്ട്. അതിൽ ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു കല്യാണ ഹാളിൽ കല്യാണം കഴിഞ്ഞിറങ്ങിയതായിട്ടുള്ള ഒരു വനിതയെ, കുഞ്ഞുമായിട്ട് വന്ന ഒരു വനിതയെ ഒരു കള്ളുകുടിയൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലത്തെങ്ങാണ്ട് കയറി പിടിച്ചപ്പോഴത്തേക്കും ആ വ്യക്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതൊരു നല്ല കാര്യമാണ്. നല്ല പോലീസുകാർ ഒരുപാടുണ്ട്, കൗൺസിലിംഗ് സെന്ററൊക്കെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പോലീസുകാരുടെ പേര് കളങ്കമാക്കുന്നത് കേരള പോലീസിലെ അതായത് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ASPRI ചില ആളുകൾ മാത്രമല്ല, ഇങ്ങനെയുള്ള പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് മെന്റാലിറ്റി ഉള്ളവരും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, പോലീസിന്റെ പേരിനെ കളങ്കിതമാക്കുന്നത്. അതുകൊണ്ട് എടാ പോലീസ്, നിനക്കൊക്കെ എന്തിനടാ കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ സാലറി, എന്തോന്നടാ ഇത്രയും വലിയ സാലറി എന്ന് നിന്നെയൊക്കെ വളർത്തുന്നത്? എടാ നീ അത് കളഞ്ഞിട്ട് വല്ല സെക്യൂരിറ്റി പണിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എടാ പിണറായി വിജയന്റെ പൂന്തോട്ടം നനയ്ക്കാനെങ്കിലും പോടേ, അതിനൊരു മാന്യത ഉണ്ടടേ. എടാ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാതെ പോടെ കളഞ്ഞിട്ട്. നീ ബജ്രംഗദളിന്റെ അടിമയടാ. നീ ബജ്രംഗദളെ തള്ളിവിടുന്ന വാഴയ്ക്ക് ബജി അതൊക്കെ തിന്നോണ്ട് ഇരിക്കുകയാണ്. എടാ കളഞ്ഞിട്ട് പോടാ. എടാ ബജ്രംഗദളിന് പിന്നെ നീതിയെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പിന്നെ മുട്ടിന് താഴെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പണിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിർത്തി കിടക്കാതെ എന്തെങ്കിലും ഇമ്പോഷൻ കൊടുക്കുക, ബൈബിൾ വായിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നല്ല പണിഷ്മെന്റ് കൊടുക്കടാ പോലീസേ. മോദിയുടെ അടിമയാകാടാ. നീ സാലറി മേടിക്കുന്നുണ്ട് ശരിയാണ്, മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, ഫ്ലാഗിന് സല്യൂട്ട്, അത് ചെയ്യാതെ പോടാ. എന്തോന്നടാ പോലീസേ, ഇത് പറഞ്ഞു പോകുന്നതാണ്. ബദനിഹുണ്ട്, പാപം ചെയ്യുന്നവരെ എല്ലാവരും കേൾക്കാൻ ശാസിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, ഫ്രീലി ഡു നോട്ട് ചെയ്താൽ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. ഇനി പിടിച്ചോ. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് കേസ് എടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരവും ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് ദുർഗിലെ ജയിലിന് സമീപമുള്ള ഈ ആരാധനാലയത്തിൽ നടത്തിയ ആക്രമണത്തിലും ഈ ബജ്രംഗ് ദൾ ഉയർത്തുന്നത്. എന്നാൽ സമീപ ദിവസങ്ങളിലോ അല്ലെങ്കിൽ 30 വർഷത്തോളമായി അത്തരത്തിൽ യാതൊരു പരാതികളോ പ്രതിഷേധങ്ങളോ ഉയർന്നിട്ടില്ല. ഇന്ന് ഇവിടെ എത്തുകയും മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ഈ പാസ്റ്റർക്ക് നേരെയും ഒപ്പം തന്നെ മറ്റ് പ്രാർത്ഥിക്കാനെത്തിയ മറ്റുള്ളവർക്ക് നേരെയും ആക്രമണം നടത്തുകയും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് ഏത് മതത്തെ ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, മതമില്ലാതിരിക്കാനുള്ള ഇന്ത്യയിൽ വ്യക്തികൾക്ക് മതമില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, ബജ്രംഗ് ദളെ ഭയങ്കര തള്ളായിപ്പോയത്. ഇങ്ങനെ കിടന്ന് തള്ളാതടാ ബജ്രംഗ തള്ളേ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, ഇങ്ങനെ കിടന്ന് തള്ളാടാ ബജ്രംഗ തള്ളേ. ഭയങ്കര തള്ളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഗ്യാസ്. എന്തൊരു കീഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോടാ ബജ്രംഗ തള്ളേ. RSS പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ ഒരു അഴുക്ക പ്രവർത്തനം ചെയ്യാടാ. നിന്റെ പൂർവ്വ പിതാക്കന്മാരെല്ലാം ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാളൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിന്റെ പൂർവ്വ പിതാക്കന്മാരെയൊക്കെ എന്തുമാത്രം ചില ബ്രാഹ്മണിസം ആളുകൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കടാ. അവർക്ക് കൊള്ളൂത്തുകാരായിട്ട് ഇരിക്കാതെടാ. എന്തോന്നടാ, ബോധം വേണോടാ, ബോധം. മുസ്ലിങ്ങളും നിങ്ങളൊക്കെ എന്നടാ ഇനി ബോധം പ്രാപിക്കുന്ന? ബോധം പ്രാപിക്കടാ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, നമ്മെ അടിമത്തിൽ കൂടി ഒരു റസീദ് അണ്ടർസ്റ്റാൻഡിങ്, ബോധം പ്രാപിക്കടാ. നിന്നെ ശാസിക്കണം പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, ASPRI ഗുണം പിടിയടാ. ഇനി അടുത്ത പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഗുണം പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പുള്ളിംഗ് ഡൗൺ ആരോപണങ്ങൾ, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതും അവർ ആരോപിച്ച പെൺകുട്ടികൾ, അവരുടെ കുടുംബമൊക്കെ തന്നെ തങ്ങളെ സംരക്ഷിക്കുന്ന, തങ്ങൾക്ക് തൊഴിലും വരുമാനവും ഒക്കെ ഒരുക്കി തന്ന, വിദ്യാഭ്യാസം നൽകുന്ന ആളുകളാണ് ഇവർ. കന്യാസ്ത്രീകൾ, മിഷണറിമാർ, പുരോഹിതർ എന്ന് പറയുമ്പോൾ, ഇഷ്ടപ്രകാരമാണ് ക്രിസ്ത്യ മതം സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ പോലും ഇവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയ ആളുകൾ എന്ന തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഛത്തീസ്ഗഡ് ഇവിടെയും ഈ അക്രമികൾക്ക് പോലീസിനെ നോക്കി നിർത്തിക്കൊണ്ട് ഈ അക്രമികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നു, ആക്രോശിക്കുന്നു. മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഇഷ്ടമുള്ള അത് പ്രാക്ടീസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. പുള്ളിംഗ് ഡൗൺ ന്യൂസാണ്, 24 ന്യൂസ് എന്ന വാർത്തയാണ്, അതായത് ന്യൂസാണ്.
തീർച്ചയായും ഗോകുൽ, ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്നാൽ അതുപോലും പാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ട, ഉറപ്പുവരുത്തേണ്ട പോലീസുകാർ പോലും എന്നാൽ ഈ അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ തുടർച്ചയായി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന സംഭവത്തിലും സമാനമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പോലീസ് നോക്കി നിൽക്കെയാണ് അക്രമികൾ പാസ്റ്റർ അടക്കമുള്ളവരെ മർദ്ദിക്കുന്നത്. അത് തടയാനുള്ള ശ്രമം ഉണ്ടായില്ല. തുടർന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെയും. അതേസമയം അക്രമികൾക്ക് അനുകൂലമായി കേസ് എടുക്കാനുള്ള ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് ജയിലിന് സമയത്തുള്ള ആരാധനാലയത്തിലുണ്ടായിരുന്ന ഈ ആക്രമണം നേരിട്ട പാസ്റ്റർ തന്നെ തത്സമയം ചേരുകയാണ്. പാസ്റ്റർ, താങ്കൾ ഇപ്പോൾ സുരക്ഷിതനാണ്? താങ്കൾക്ക് കായികമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ എന്ന നിലയിലേക്ക് പോയോ ഈ തെമ്മാടിക്കൂട്ടം? തെമ്മാടിക്കൂട്ടം അല്ല പിന്നെ എന്താണ്? സുവിശേഷ വിരോധികളാണ് അവര്. സാൽവേഷൻ പ്രാപിക്കട്ടെ നമുക്ക് ആശംസിക്കാം. പുള്ളിംഗ് ഡോൺ സ്ട്രോൾസ് പണ്ട് ശൗൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുപോലെ ക്രിസ്ത്യൻ പെർസിക്യൂട്ടർ ആയിരുന്നു. ആ വ്യക്തി പിന്നീട് പൗലോസ് ആയപ്പോഴത്തേക്കും ആ വ്യക്തി ക്രൈസ്റ്റ് ജീസസിന് വളരെയധികം പ്രയോജനമുള്ളൊരു എന്താണ് ശ്രീ BC 4 ബദനിയോളം പറ്റി നാമിനെ അടിമത്തിൽ കൂടി വരുന്ന മനുഷ്യനായി മാറി. പൗലോസ് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മനുഷ്യനായി മാറി. കേൾക്കാമോ? നമ്മുടെ നമ്മുടെ നൻസുമാരെ ജയിലിന്റെ ദുർഗ് ജയിലിന്റെ അവിടുന്ന് 100 മീറ്റർ and be not entangled. God is not the other confusion but peace and be not entangled again the occupant. Pulling down a small sasri piece you. അകലെയുള്ള ചർച്ചില് അങ്ങനെയുള്ള ചർച്ചില് രാവിലെ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഞായറാഴ്ച പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഹലോ, അതെ, നമ്മുടെ നൻസുമാരെ ഇട്ടിരുന്ന ജയിലിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ചർച്ചിൽ രാവിലെ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അവിടെ ക്രൈസ്തവ വിരോധികൾ അവിടെ ഏകദേശം 100 പേരോളം അവിടെ എത്തി മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ പോലീസും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ചില റെപ്രസെന്റേറ്റീവ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ചീത്ത വിളിച്ചതിന് ശേഷം അവരെ മർദ്ദിച്ചു. അങ്ങനെ ക്രിസ്ത്യൻ സുവിശേഷ വിരോധികളെ ചെയ്ത് ഷെയിം അവര് രക്ഷപ്പെടട്ടെ നമുക്ക് ആശംസിക്കാം. കമ്മ്യൂണിറ്റിയിലെ ഒരു ലീഡർ ജോനാഥാൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡറെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പുള്ളിയുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പോലീസ് പുള്ളിയെ കൊണ്ടുപോയിട്ടുണ്ട്. അറിഞ്ഞവരനുസരിച്ച് പുള്ളിയുടെ പേരിൽ പുള്ളി എന്തിനാണ് അവിടെ ചെന്നത്, പുള്ളി ചെന്നത് കൊണ്ടാണ് പ്രൊവോക്കേഷൻ ഉണ്ടായത്, 100 എന്ന് പറഞ്ഞ് പുള്ളിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഛത്തീസ്ഗഡിൽ ഈ ആക്രമണം നേരിട്ട പാസ്റ്ററാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവിടെ എത്തിയ ഒരു പാസ്റ്ററെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൈക്ക് കാര്യമായ പരിക്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ പരുക്കേറ്റ ആൾക്കെതിരെ കേസെടുക്കുന്ന നിലയിലേക്ക് ആ നടപടികളിലേക്കാണ് ഛത്തീസ്ഗഡ് പോലീസ് നീങ്ങുന്നതെന്നും പറയുന്നുണ്ട്. എന്തിന് ആ സ്ഥലത്തേക്ക് എത്തി എന്നതാണ് ചോദ്യം ചെയ്യുന്നത്. അവരുടെ ആരാധനാലയത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവരോടല്ല, മറിച്ച് ആരാധന നടത്തിയിരുന്ന ആളുകളോടാണ് എന്തിനവിടെ വന്നു എന്ന് ഛത്തീസ്ഗഡ് പോലീസ് ചോദിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായി നമുക്ക് ക്രൈസിസിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. ക്രൈസിസസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. അപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു അനീതിയാണ്, ഒരു അധർമ്മമാണ് ഇവിടെ നടന്നത്. ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി വർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. അപ്പൊ ഇവിടെ സംഭവിച്ചതായിട്ടുള്ള അധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. അത് പ്രേക്ഷകർ എങ്ങനെ മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി. ഇനി പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നടക്കുന്ന അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നാം ഇനി അടിമത്തിൽ കൂടിയും പോരുത്. പുള്ളിങ് ഡു നോട്ട് സെറ്റൽ നോ പുള്ളിങ് വീഴാതെ നിങ്ങളെ സൃഷ്ടി പുള്ളിങ് ഡോൺ സ്ട്രോങ് ഹോൾസ്. ഇവിടെ നടക്കുന്ന പുള്ളിങ് ഫോർ നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഇവിടെ നടക്കുന്ന അധർമ്മങ്ങൾ, അനീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു മതത്തിനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? മിസ്യൂസ് ചെയ്തിട്ട്, അതായത് ആരാണ് മിസ്യൂസ് ചെയ്യുന്നത്? ഈ ബജരംഗത്തുള്ള ആളുകൾ മിസ്യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ സാവിങ്, അതായത് അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ് ഇഷ്ടമുള്ള റിലീജിയൻ ആണെങ്കിൽ മതമെല്ലാം ജീവിക്കാൻ യുക്തിവാദികളും കുറേ പേരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തീരെ അങ്ങ് മുസ്ലിങ്ങളെ പോലെ ജിഹാദികളെ പോലെ ആകാതെ ഇരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അരിയാഹാരം കഴിക്കുന്നവർക്ക് അല്പമെങ്കിലും ബോധം വേണം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഒരു വിമർശന വീഡിയോ ആയിട്ടാണ്, മനസ്സിലാകുന്നുണ്ടോ? അല്പമെങ്കിലും ബോധം വേണം. ഇത് കേരളത്തിൽ ഇങ്ങോട്ട് പോടാ, കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിലെ കണക്കായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇത് ഭാരതമാണ് അല്ലേ, ഭാരതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കുലർ രാഷ്ട്രമാണ് അല്ലേ. ഒരു വ്യക്തിക്ക് റിലീജിയനോട് കൂടിയും റിലീജിയൻ ഇല്ലാതെയും യുക്തിവാദിയായിട്ടും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്? അതായത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, ഇഷ്ടമുള്ള പാർട്ടി വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അന്യനെ ഉപദ്രവിച്ചുകൊണ്ടാകരുതെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ 18 ഇയേഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇന്നുണ്ട് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ അന്യനെ ഉപദ്രവിക്കാതെ, കഞ്ചാവോ MDMA GIMDMA ഉപയോഗിച്ച് അപ്പുറത്തവൻ്റെ വീട്ടിൽ കൂടെ പുക വരുത്താതെ, മനസ്സിലാവുന്നുണ്ടോ, സ്വയം നശിക്കാതെ ജീവിക്കുന്ന വളരെ നല്ലതാണ്. അവനവൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിച്ച്, അതായത് സിഗരറ്റോ മദ്യമോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ട്, വേറെ ഡയബറ്റീസും ഗീബറ്റീസും കൊളസ്ട്രോളും അങ്ങനെയൊന്നും വരുത്തി വയ്ക്കാതെ എപ്പോഴും ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരു നല്ലൊരു പ്രാക്ടീസാണ്. സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്നത് നല്ലതാണ്. അപ്പം ആ വ്യക്തിക്ക് ചർച്ചോ ക്ഷേത്രമോ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ അന്യൻ്റെ ഒരു മതസ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാതെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പുറത്തെ പിന്നെ ചർച്ചിൽ ബോംബ് കൊണ്ട് വയ്ക്കാതെ, മനസ്സിലല്ലേ, ഇപ്പുറത്തെ ക്ഷേത്രത്തിൽ പടക്കം അറിയാതെ അവനവൻ്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യണം നമ്മൾ അവിടെ കയറി. ഇപ്പം നമുക്കൊരു വിഷയത്തെ താല്പര്യമില്ലെങ്കിൽ നമ്മൾ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കരുത്. വിമർശനം അങ്ങനെയാകാം. നമുക്ക് റെഫർ ചെയ്തിട്ട് പിന്നെ മാന്യമായിട്ടുള്ള വിമർശനമാകാം, മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ അസഭ്യ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കാര്യകാരണസഹിതം, സയൻസൊക്കെ പഠിപ്പിക്കുന്ന കാര്യകാരണസഹിതം നമുക്ക് എന്ത് ചെയ്യാം, വിമർശിക്കാം. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫോർബിഡൻ കാണ്ടൺ ലിബർട്ടി, ഇവര് ഈ ബജ്രംഗദളിലെ ആളുകൾ എന്ത് ചെയ്തു, ഫോഴ്സ്ഫുള്ളി, അതായത് പിന്നെ ബലപ്രയോഗത്തിൽ കൂടെ എന്ത് ചെയ്തു, ചർച്ചിലേക്ക് കയറി വന്നിട്ട് അവരെന്ത് ചെയ്തു, ആ ഒരു പിന്നെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ ആ ഒരു ശ്രമത്തെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർബിഡൻ കാൽബർട്ടി സ്ട്രോങ് ആയിട്ട് എന്താണ് ഡിസഗ്രി, അതായത് വിയോജിക്കാൻ പറ്റും. ഫോർബിഡൻ കാൽബർട്ടി, എടാ ഇനിയെങ്കിലും ബജ്രംഗദളം നിങ്ങൾക്കൊരു ബോധമില്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണോ മോദി പറയുന്നത്? ഇതുകൊണ്ട് തന്നെ BJP ഈ കേരളത്തിലോട്ടൊന്നും വേര് പിടിക്കാത്ത, മനസ്സിലായി? എൻ്റെ ആ താമര എടുത്ത് കലക്കി തൂക്കിയെടുത്ത് അപ്പുറത്തോട്ട് എറിയേണ്ട സമയം കഴിഞ്ഞു, മനസ്സിലായില്ലേ? BJPക്കാർ കുറച്ച് നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ പറയുന്നില്ല. പാകിസ്ഥാനിനോടും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള അർത്ഥത്തിലും ആർട്ടിക്കിൾ 370 ക്യാൻസൽ ചെയ്തു. പിന്നെ വഖഫ് ഭേദഗതി നിയമം, വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നു. എങ്കിലും മുസ്ലിം റിലീജിയനെ തന്നെ ക്യാൻസൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എങ്കിലും അന്ത്യകാലത്ത് ആന്റി ക്രൈസ്റ്റ് റിലീജിയൻ മുസ്ലിം റിലീജിയനായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. അതിനുള്ള സമയമായിട്ടില്ല. ക്രൈസിസസ് അതിന് മുമ്പ് തനിക്ക് വേണ്ടവരെല്ലാം രക്ഷിച്ച് ക്രിസ്തേശു എന്ത് ചെയ്യും, ഹെവൻലി കിങ്ഡത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ക്രിസ്തേശുവിന്റെ കൃപയിൽ ആശ്രയിക്കാം. അപ്പം നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജീസസിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും നാം എന്നെ അടിമത്തിൽ കുടിപെരുത് ചെയ്തൊന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് രക്ഷപ്രാപിക്കണം. അതായത് ജീസസിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാം. നാം എന്നെ പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്, ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ്. നാം എന്നെ അടിമത്തിൽ കുടിപെരുത്. ജീസസിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയ്ക്കും ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്, അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആശ്രയിപ്പിച്ചു ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യും. മനസ്സിലല്ലേ? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്, ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാൻ നീ രക്ഷിക്കപ്പെടും. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്. നാമിനെ അടിമത്തിൽ കുടിയും പോരുത്. ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. പുള്ളിംഗ് ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ്. ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ് ആൻഡ് ബി നോട്ട് എന്നെങ്കിൽഡ് അഗൈൻസ്റ്റ് യുവർ അക്കൗണ്ട്. ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. പുള്ളിംഗ് ഡൗൺ ഓഫ്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന നിശ്ചയിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലാപ്പെടും. അപ്പോൾ ശിക്ഷാവധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൺലോഡസ് ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയിലേക്ക് വരിക. പിന്നെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബ രക്ഷപ്രാപിക്കും. മറ്റൊരുത്തല്ല രക്ഷയല്ല. നാം രക്ഷപ്രാപ്പാൻ ആകാശങ്ങളിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് ക്യാൻസർ ഓൺ ഇമാജിനേഷൻസ്. നാം രക്ഷപ്രാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ്. നാം രക്ഷപ്രാപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്, ക്രൈസിസിന്റെ കൃപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃപയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒന്നുണ്ടാവും, ഐശ്വര്യ സമാധാനവും ശിക്ഷാവധിയിൽ നിന്ന് മോചനം ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പിന്നെന്താണ് വടക്കേ ഇന്ത്യയിലുള്ള ഈ ക്രിസ്ത്യൻ മിഷണറിമാരോട് ചെയ്യുന്ന ഈ ബജരംഗദൾ ക്രൂരതയോട് തീർച്ചയായിട്ടും പ്രതിഷേധിക്കുന്നു. ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ക്രിറ്റിസൈസ് ചെയ്യുന്നു, വിമർശന വീഡിയോയാണ്, മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായിട്ടും വിമർശിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? എൻ്റെതായ മിമിക്രിയും പാട്ടൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം എങ്ങനെയൊക്കെ വിമർശിക്കാൻ പറ്റുമോ ഈ രണ്ട് പാർട്ടികളെ, അതായത് ബജരംഗദളിനെയും അതുപോലെ മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ വിമർശിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വിമർശിക്കും. ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള ഈ കാര്യത്തിന് തീർച്ചയായിട്ടും പ്രതിഷേധിക്കുന്നു. വിമർശനത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. ബുള്ളിംഗ്ടൺ ടൗൺ ഹൗസ് ദേ പോയി ഇതാ വന്നു. നമുക്ക് പിന്നെയും വീണ്ടും കാണാം. ക്രിസ്തീശു ധാരാളമായി നമ്മളെ സമൃദ്ധമായിട്ട് നമ്മളെ ബ്ലസ് ചെയ്തിട്ട് നമുക്ക് ആശംസിക്കാം. ഫോർ ബുധൻ യുഹൻ കാൽബട്ടി. ബുള്ളിംഗ്ടൺ ടൗൺ ഹൗസ് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമയ സ്വാതന്ത്ര്യമൊക്കെ ഭീരുത്വത്തിൻ്റെ ആത്മനല്ല, നമ്മൾ പിന്നെ ഭയപ്പെടുന്ന ബന്ധനത്തിൻ്റെ ആത്മനല്ല. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമയ സ്വാതന്ത്ര്യമൊക്കെ ആകലയിൽ ഉറച്ചു നമ്മനെയും ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല ഒട്ട പീസ്. ഫോർ ബുധൻ യുഹൻ കാണ്ടർ ലിബർട്ടി ആസ് ഫ്രീ പീസ് യു. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമയ സ്വാതന്ത്ര്യമൊക്കെ ആകലയിൽ ഗോഡ് ഈസ് നോട്ട് യുവർ കൺഫ്യൂഷൻ ബട്ട് പീസ് ആസ് ഫ്രീ പീസ് യു. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡേക്കും ദി അക്കൗണ്ടേഴ്സ്. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമയ സ്വാതന്ത്ര്യമൊക്കെ ആകലയിൽ ഉറച്ചു നമ്മെ അടിമത്തിൽ കൂടിയും പോരുത്. Exceeding your great joy, Lord of peace. Now may the Lord of peace himself be salvation of the Lord be with you all. Salvation crisis exceeding your great joy, Lord of peace. Christ as free with you, Christ as your Christ, Lord, Christ, our Savior.